പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ട് ഇഡി ഇന്നലെ ഇറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ടല്ലോ, പ്രസ് റിലീസ് ഉണ്ട്. അതിൽ വീണ വിജയന്റെ പേരിനൊപ്പം മുൻ മുഖ്യമന്ത്രി ശ്രീ പി വിജയൻ എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ പി വിജയൻ എന്ന് ചേർത്തിരിക്കുന്നത്, മുൻ മുഖ്യമന്ത്രി പി വിജയൻ എന്ന് ചേർത്തിരിക്കുന്നത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇപ്പോ CPM ഉയർത്തുന്ന ഒരു വാദം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മകളുടെ പേരിന്റെ ഒപ്പം അച്ഛന്റെ പേര് പറയുന്നതാണ് ഇന്നയാളുടെ മകൾ എന്ന് പറയുന്നതിൽ എന്താണ് ഒരു പ്രശ്നം എന്നുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം പ്രായപൂർത്തിയാകാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെ കുടുംബത്തിന്റെ പേരും അതൊക്കെ ഒഴിവാക്കുന്നതിലെ ഒരു ഔചിത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്താണ് മാം സത്യത്തിൽ വിഷയം? ഏത് അപേക്ഷാ ഫോറം, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളത് എടുക്കുവാണെങ്കിൽ ഡോട്ടർ ഓഫ് ശ്രീ അല്ലെങ്കിൽ വൈഫ് ഓഫ് ശ്രീ എന്നും പറഞ്ഞ് വരും. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഹസ്ബൻഡ് ഓഫ് എന്ന് പറഞ്ഞ എന്താ വരാത്തത്? അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് അമ്മയുടെ പേര്, നമ്മൾ അച്ഛന്റെ പേരാണ് കൊടുക്കുന്നത്. വീണയ്ക്ക് വിഷമമുണ്ടോ? പി വിജയൻ, ഞാൻ പിണറായി എന്ന് പെട്ടെന്ന് പറയാൻ പോയി, പക്ഷെ അവര് കൊടുത്തിരിക്കുന്ന പ്രസ് റിലീസിൽ പി വിജയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പി വിജയന്റെ മകളാണെന്ന് പറയാൻ വിഷമമുണ്ടോ? അതോ കമലയെടുത്തിയുടെ മകളാണെന്ന് പറയണോ? പറയാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, പാർട്ടിക്കാണ് ഇപ്പൊ സത്യം പാർട്ടിക്ക് എന്താണെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നല്ല, ആകെ സംഭ്രമാവസ്ഥയില്ല. പ്രസിദ്ധ കാണുന്നില്ലേ ഡ്രിൽ മാസ്റ്ററുടെ പത്രസമ്മേളനങ്ങള്, ഗോവിന്ദൻ മാസ്റ്ററുടെ എന്തൊക്കെയാ അദ്ദേഹം പറയുന്നത്? കാരണം പറയാനൊന്നുമില്ല, ഒന്നുമില്ലായ്മയിൽ നിന്നൊരു ബബിളുകളാണ് ചുറ്റും. ആ ബബിളുകൾ ഒന്നും പൊട്ടാണ്ട് നിലനിർത്തി കൊണ്ടുപോണ്ടേ, ലൈം ലൈറ്റിൽ നിൽക്കണ്ടേ? എപ്പോ വേണമെങ്കിലും തകർന്ന് താഴെ വീഴാലോ. പ്രജിത അത് അവിടെ നിൽക്കട്ടെ, പ്രജിത ചോദിച്ചത് നിൽക്കട്ടെ. എന്തുകൊണ്ട് പിണറായി സ്വന്തം, അതായത് ഒപ്പോസിഷൻ ലീഡറുടെ ഔദ്യോഗിക വസതിയിൽ താമസിച്ചില്ല എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എന്തുകൊണ്ട് അദ്ദേഹം 2 ലക്ഷം രൂപയല്ലേ വാടക? 6 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് താമസിച്ചു എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് പറയാൻ കാരണം, മാത്രമല്ല ഒപ്പോസിഷൻ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തി. ഞാൻ ആയിക്കൊള്ളാം. ഈ ക്ലാസ്സിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ക്ലാസ്സിൽ മോണിറ്റർ ആവാനായിട്ട് അല്ലെങ്കിൽ പ്രീഫെക്ട് ആവാൻ വേണ്ടിയിട്ട് വോട്ട് എടുക്കുമ്പോൾ ചില കുട്ടികൾ പറയും ഞാനാവട്ടെ. അപ്പൊ ഒരു കുറച്ച് നാൾ അവർക്കും കൊടുക്കും, അവരുടെ ആഗ്രഹം മുന്നോട്ട് വന്നില്ലേ. പലരും തല കുമ്പിട്ടിരിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട്. ആ അവസ്ഥയിൽ അദ്ദേഹം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. 10 കൊല്ലമായിട്ട് തന്റെ വീട്ടിൽ തനിക്ക് വേണ്ടിയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ മകൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ കയറി അവിടെ നിന്ന് ഒരു അറസ്റ്റും കാര്യങ്ങളും ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് തന്നെയായിരിക്കും അദ്ദേഹം വാടക വീട്ടിലേക്ക് മാറിയത്. വാടക വീട്ടിന് വാടക കൊടുക്കുന്നത് ആരാണ്? അപ്പൊ വാടക വീട്ടിൽ കയറി നമ്മുടെ വീണക്കുട്ടിയെ കുറിച്ച് പറയാനൊക്കെ സങ്കടം ഉണ്ട് കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ നടക്കുന്ന ഉറപ്പുള്ള സമയത്ത് ചുമന്ന ചട്ടയിട്ട പുസ്തകത്തിൽ സ്വന്തം കൈപ്പിടയില് ഇത്രയും വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ടൈപ്പ് ഔട്ട് ചെയ്ത് വെച്ചൂടെ? then she can always say I didn't type it, somebody else typed it, it's not my thing, somebody ആരെങ്കിലും എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്താന്നൊക്കെ പറയാനുള്ള ഒരു ചിന്താശക്തി പോലും ഇല്ല. എന്നിട്ട് ആ കുട്ടിയുടെ ഭർത്താവ് എന്ന് പറയാം, ഇത്രയധികം ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീയല്ലേ അവർ? ഉന്നത വിദ്യാഭ്യാസമാണോ ഒരു ബിടെക്കിന്റെ റിയാസിക്ക? ഉന്നത വിദ്യാഭ്യാസമാണോ? എല്ലാ കുട്ടികളും 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ തരാം എന്ന് പറഞ്ഞ് ഈ സ്വാശ്രയ കോളേജുകൾ കിടക്കുന്നു. വീണയ്ക്ക് കിട്ടാത്ത, ഞാൻ അത് പല പ്രാവശ്യം ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, വീണയ്ക്ക് മെറിറ്റിൽ ഒരിടത്തും കിട്ടാത്ത സ്ഥിതിക്ക് ബെർലിൻ കുഞ്ഞനൻ നായർ വിളിച്ച് എനിക്ക് എന്റെ മകൾക്ക് എന്തായാലും എഞ്ചിനീയറിംഗ് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എട്ടിമടയിലെ മാതാമൃതാനന്ദമയി കോളേജിൽ അഡ്മിഷൻ തയ്യാറാക്കി അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സഖാവേ ഇത് വേണോ? നമ്മളുടെ എത്രയോ കുട്ടികൾ മൃതപ്രായരായി കിടക്കുന്നു, എത്രയോ കുട്ടികൾ ഈ സ്വാശ്രയത്തിന് വേണ്ടി സമരം ചെയ്ത് മരിച്ചിരിക്കുന്നു. അപ്പൊ സഖാവിന്റെ മകൾ ഇതിൽ വേണോ? സ്വാശ്രയ കോളേജിൽ പോകണമോ എന്ന് അദ്ദേഹം എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ പിണറായി സഖാവ് പറഞ്ഞു, വേണം, എന്റെ മകൾക്ക് അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ചേർത്തതിന് ശേഷം തിരിച്ചു വന്ന് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത്. താൻ വിചാരിച്ച പ്രസ്ഥാനം, വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവിൽ നിന്ന് ഇങ്ങനെ ഒരു കർമ്മം പ്രതീക്ഷിച്ചില്ല. സ്വന്തം മകൾക്ക് വേണ്ടി എല്ലാവരും തള്ളിപ്പറഞ്ഞുകൊണ്ട് അന്ന് തുടങ്ങിയ പുത്രി സ്നേഹമാണ് സഖാവിൻ്റെത്, പിണറായി സഖാവിൻ്റെത്. ഇപ്പൊ പറയുകയാണെങ്കിൽ എന്തിനാ ഇപ്പൊ ഇത്ര ഒളിക്കേണ്ട കാര്യം എന്താ? എല്ലാവർക്കും അറിയില്ലേ വീണയുടെ അച്ഛൻ ആരാണെന്ന്? എല്ലാവർക്കും അറിയാലോ, പിണറായി സഖാവ് തന്നെയാണല്ലോ. അങ്ങനെ പേര് വന്നതിൽ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? മകൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു അച്ഛനാണ്
പിണറായി. അതിനിടയ്ക്ക് ഒരു രസം ഉണ്ടായിട്ടോ. നമ്മുടെ റിയാസിക്ക പറയാണ്, ഇതുകൊണ്ടൊന്നും ഞാൻ BJP ചേരൂല, പേടിച്ചിട്ട് BJP ചേരില്ലേ. കം ഓൺ റിയാസ്, നിങ്ങൾ BJP ചേരുന്ന ആരെങ്കിലും പറഞ്ഞോ? നിങ്ങള് ഈ മരുമോനിക്ക എന്നുള്ള പദവിയിലേക്ക് വന്നത് തന്നെ പലതും മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈ CPM-ൽ കൂടെ, അല്ലെങ്കിൽ ഇത്രയും ചെറുപ്പമുള്ള ആൾക്ക് ഇത്രയും വലിയ വകുപ്പുകൾ കൊടുക്കുവോ? പൊതുമരാമത്താണ്, പൊതുമരാമത്ത്, ടൂറിസം. അപ്പൊ അങ്ങനെയുള്ള പുതുമുഖത്തിന് ആദ്യമായി MLA ആകുമ്പോൾ തന്നെ കൊടുക്കുന്ന വകുപ്പുകളാണോ? മരുമോനിക്ക ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഇന്നലെ പഴയ ഇതിലേക്ക് പോകുമ്പോൾ 2ഉം 3ഉം പ്രാവശ്യം MLA-മാരായവർക്കാണ് പൊതുമരാമത്ത് വകുപ്പ് കിട്ടുക. ഇത് കയറി വന്നപ്പോ തന്നെ മരുമോനിക്കയ്ക്ക് കൊടുത്തു. ടൂറിസം കൊടുത്ത എന്തിനാന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. DTPC-യുടെ ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിനെ കൊണ്ട് സിം എടുപ്പിച്ചിട്ടാണ് വീണയും റിയാസും കൂടെ വൈഫൈയിലൂടെ ഫോറിൻ കോൾസ് നടത്തിയിരിക്കുന്നത്. ഈ ഹവാല പണമിടപാടുകളൊക്കെ അതിൽ കൂടെയാണ് റൂട്ട് ചെയ്ത് പോയതെന്ന് ഇപ്പൊ നല്ല സംശയം നടക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഞാൻ ഇതുകൊണ്ടൊന്നും BJP-യിൽ ചെയ്യില്ല. അപ്പൊ റിയാസിക്ക സമ്മതിച്ചു. ഇനി അധികാരം വേണമെങ്കിൽ, ഇനി ആജീവനാന്തര കാലം ഭാരതം ഭരിക്കാൻ പോകുന്നത് BJP തന്നെയാണ് എന്ന് അദ്ദേഹത്തിനും കൂടെ ഉറപ്പായി എന്ന് കൂടെ നമുക്ക് അതിന്റെ വിവക്ഷ ഉണ്ടാക്കാം. ഇനി CPM-ൽ നിന്നുകൊണ്ട് യാതൊരു പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ മനസ്സിലാക്കി എന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്റെ ഭാര്യ വലിയ ഹൈലി ക്വാളിഫൈഡ് ആണ്. BTech ഈസ് നോട്ട് എ ഹൈ ക്വാളിഫിക്കേഷൻ. എന്താണ്, ആദ്യത്തെ ഒരു പ്രാഥമികമായ ഡിഗ്രി, അതിൽ MTech PhD ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹൈ ക്വാളിഫിക്കേഷൻ ആണെന്ന് പറയാം. പക്ഷെ അവര് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ശ്രീ രവി പിള്ളയെ പോലെയുള്ളവർ CEO ആയിട്ട് അവരെ വച്ചത്. ഒരു CEO ആവണമെങ്കിൽ ഭയങ്കര ബുദ്ധി വേണം കേട്ടോ. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വർഷങ്ങൾ 20-25 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ CEO ഒക്കെ ആവുള്ളൂ. അതൊക്കെ മുഖ്യമന്ത്രിയുടെ മകളായ കൊണ്ടുള്ള ഇതല്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് കിട്ടിയ അവര് പറയുന്നുണ്ട്, വീണയ്ക്ക് അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു പെൺകുട്ടിയല്ല, ഒരു സാധുവാണ് എന്നുള്ളത്. പെൺകുട്ടിയല്ല, യുവതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സാധുവായ യുവതിക്ക് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം അപ്പോഴും വരും. അതെ അതെ, വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ആ ഒരു പൊസിഷനിലേക്ക് വരിക. അപ്പൊ എട്ടും പൊട്ടും തിരിയാത്ത വീണയ്ക്ക് എങ്ങനെയാണ് അത് കിട്ടിയതെന്നുള്ള ചോദ്യം പാർട്ടി തന്നെ ഉയർത്തുകയും ചെയ്യാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവർ ശരിക്കും BBA ഫിനാൻസ്, MBA ഫിനാൻസ് ഒക്കെ എടുത്ത ആളാന്ന് തോന്നുന്നത്. ഹവാല പണമിടപാട് വരെ അവര് ചെയ്തിരിക്കുന്നു അല്ലെ. 85 ലക്ഷം രൂപ ദിറാമായിട്ട് അയച്ചു കൊടുത്തിരിക്കുന്നു. 3.45 കോടി ദിറാമിന്റെ കണക്കാണ് വരുന്നത്. ഇന്ത്യൻ കറൻസി പുറത്തേക്ക് അയക്കണമെങ്കിൽ അതിന് പെരുമാറ്റച്ചട്ടം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് FEMA ആക്ടിന്റെ ലംഘനമാണ് എന്ന് പറയുന്നത്. ഇത് ഒരു കാര്യം ഇപ്പൊ വളരെ വൈറലായിട്ട് പോകുന്ന ഒരു പഴയ വീഡിയോ സ്വപ്ന സുരേഷിന് നടക്കുന്നുണ്ട്. അതില് ആദ്യമായിട്ട് പിണറായി വിജയൻ 2016 ദുബായിലേക്ക് പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് സ്വപ്നയ്ക്ക് ഒരു കോള് വരുന്നത് ശിവശങ്കറിന്റെ കയ്യിൽ നിന്ന്. മുഖ്യമന്ത്രിയുടെ ഒരു പെട്ടി, വളരെ പ്രധാനപ്പെട്ട ഒരു പെട്ടി മറന്നു വെച്ചുപോയി, അത് എത്രയും വേഗം എത്തിക്കണമെന്ന്. ഒരു ഡിപ്ലോമാറ്റ് പോകുന്നുണ്ടായിരുന്നു. ഡിപ്ലോമാറ്റിന്റെ പെട്ടികളൊക്കെ അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദുബായിലെത്തി തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത് അതിൽ പൈസയായിരുന്നു. അത് എത്ര രൂപ ഉണ്ടായിരുന്നു? അതും ഹവാല ഇടപാട് തന്നെയല്ലേ. അന്ന് തുടങ്ങിയതാണ്. ആ തുടക്കത്തിൽ നിന്നാണ് പിന്നെ ഓരോന്നായിട്ട് വീണ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട്, ആരുടെ ബുദ്ധിയാണെന്ന് അറിയില്ല, സ്വപ്ന സുരേഷ് തന്നെ പറയുന്നു കമലയിടത്തേക്കും ശിവശങ്കരനുമാണ് അതിബുദ്ധിമാന്മാരെന്ന്. അച്ഛനും മകളും അല്ലെങ്കിൽ മകനും ഒക്കെ വെറുതെ നിന്നു കൊടുക്കുന്നു. എല്ലാ വിദേശ യാത്രകളും ട്രാൻസിറ്റ് പോയിന്റ് ദുബായ് ആണ്. 3-4 ദിവസമാണ് ദുബായിൽ താമസിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? സമയം വിലപ്പെട്ടതല്ലേ മുഖ്യമന്ത്രിയുടെ. അതുപോലെ തന്നെ നമ്മൾ കണ്ടത് 2.78 കോടി രൂപയുടെ മാസപ്പടി കേസാണ് കണ്ടത്. ഇപ്പോൾ അത് പറയുന്നത് 24-25 കോടി രൂപ ആണ് ഇവരുടെ ഇതിൽ കൂടെ പോയിരിക്കുന്നത്. ആ ലേക്കർ ഇന്ത്യയുടെ ഓഫീസ് കണ്ടോ? ഒരു ചെറിയ A4 സൈസിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്, GST നമ്പർ ഉൾപ്പെടെ. ഒരു ഫ്ലെക്സോ അല്ലെങ്കിൽ നല്ല ഒരു വെൽ ലിറ്റ് നിയോൺ ബൾബ് ഇട്ട് ഒന്നും കാണുന്നില്ല, 3000 രൂപ വാടകയ്ക്ക് ഒരു കടമുറി, അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ ചേർന്നിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി 23-ാം തീയതിക്ക് വേണ്ടി കേരളം കട്ട വെയിറ്റിംഗ് ആണ്. അവരവിടെ ഒരു വിശദീകരണ യോഗം കോഴിക്കോട് നടത്താൻ പോകുന്നു. നമ്മളുടെ ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തില്
റിയാസിക്കയുടെ നേതൃത്വത്തിൽ എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും വലവെച്ച് പിടിച്ചിരിക്കാൻ സുഹൃത്ത് നന്ദുലാൽ തന്നെ പറഞ്ഞു, വീണയും റിയാസും പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തു കൊടുത്തത് സിം കാർഡ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എനിക്ക് ഒന്നും അറിയില്ല, അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കല്ലേ, അവരോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പല ആൾക്കാർക്കും പലതും പറയാനുണ്ട്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ ഇഡിയുടെ റിപ്പോർട്ടിൽ ചാർജ് ഷീറ്റിൽ ചേർക്കേണ്ടതെന്ന് അറിയണ്ടേ. നമ്മൾ ആദ്യം കണ്ട CMRL കർത്ത ആദ്യത്തെ ഒരു കുഞ്ഞു മീൻ മാത്രമാണെന്നാണ് തോന്നുന്നത്. കാരണം 2.78 കോടി രൂപ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ 25 കോടി രൂപയ്ക്കുള്ള കണക്ക് പറയണം. അതിന് മാത്രമുള്ള യാതൊരു വിധത്തിലുള്ള ബോണഫൈഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും ഈ കുട്ടിയുടെ എക്സാലോജിക്കല്, വീണയുടെ എക്സാലോജിക്കല് നടന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവര് പറയുന്നത് പോലെ പി വിജയന്റെ മകൾ തന്നെയാണ് ടി വീണ, അല്ലെ? അത് കേരളത്തിന് മുഴുവൻ അറിയാം. ഇപ്പൊ ഭാരതത്തിൽ എല്ലാവർക്കും അറിയാം. സ്വന്തം അച്ഛന്റെ പേര് പറയാൻ എന്താ ബുദ്ധിമുട്ട്? തന്റെ മകളാണ് വീണ എന്ന് പറഞ്ഞ്, അതായത് അസംബ്ലിയിൽ എഴുന്നേറ്റുന്ന എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വീട്ടിലിരിക്കുന്നവരെ വെറുതെ വലിച്ചിഴക്കരുതെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മകളെ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞു. അപ്പൊ അച്ഛന് ബുദ്ധിമുട്ടില്ല വീണ മകളാണെന്ന് പറയാനും, മകൾക്ക് ബുദ്ധിമുട്ടില്ല വിജയൻ അച്ഛനാണെന്ന് പറയാനും, അവിടെ മകൾ ഓഫ്, അതായത് ഡോട്ടർ ഓഫ് നേടിയ ആണ് രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഇവര് പറയുന്നത് ഈ പുകമറയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് CPM-നെതിരെ ആയിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാനാണ്. CPM-നെതിരെ ഒരു വികാരം ഉണ്ടായി കഴിഞ്ഞല്ലോ. ED റെയ്ഡ് വരുന്നതിന് മുമ്പ് ജനങ്ങളൊക്കെ ചേർന്നെടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് LDF 35 സീറ്റിലേക്ക് ഒതുങ്ങിയത്, അല്ലെ? അതിലും കുറച്ചും കൂടെ ഒതുങ്ങിയേനെ എന്നാണ് ഇപ്പൊ ജനങ്ങൾ. ഒന്നുപോലും കൊടുക്കരുത്, സമ്പൂജരാക്കണം എന്നാണ് ഇപ്പൊ ജനങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും 23-ാം തീയതിയിലത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്ത് അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് ജയിലിലേക്ക് പോവല്ലേ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളെ നോക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കുടുംബത്തെ നോക്കാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛനും മകളും ഒക്കെ കൂടെ ചേർന്ന് അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. സിന്ദാബാദ്.